നിങ്ങൾ ഒന്നുകൂടി ഇടപെടേണ്ടിയുണ്ട്. നമ്മളെ ചോദ്യകർത്താവ് ഇസ്തിഗാസയെ നിങ്ങൾ അവിടെ തന്നെ ചോദിക്കുന്നത് കണ്ടു. നമ്മൾ ഈ പറഞ്ഞ വിഷയം അതിലെന്തെങ്കിലും ബാക്കി ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ പറയേണ്ടതുണ്ട്. കാരണം നമ്മൾ ചർച്ചയാണ്, നിങ്ങളോട് അങ്ങോട്ട് ചോദ്യമല്ല കേട്ടോ. നമ്മൾ ഏറ്റവും പ്രധാനമാണല്ലോ ഇസ്തിഗാസ. അപ്പം നമ്മൾ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ഒരു സംഭവം ഇവിടെ നിന്ന് പറഞ്ഞു. ഈ സംഭവമൊക്കെയായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഉത്തരവായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഉദ്ദേശിച്ച രൂപത്തിലുള്ള ക്ലിയർ ഉണ്ടായിട്ടുണ്ടോ, ഇനി അത് വല്ലതും പൂർത്തിയാകാണ്ടോ എന്ന് ജസ്റ്റ്, കാരണം അത് ഒന്നാളുകൾക്ക് കേൾക്കാലോ. എന്നിട്ട് ഞാൻ തുടരാം. ഇസ്തിഗാസ വിഷയം കേരളക്കരയിൽ ഒരു നൂറ്റാണ്ട് കാലമായി മുജാഹിദ് വിഭാഗവും സമസ്ത വിഭാഗവും അഹ്ലുസുന്ന ആദർശത്തിലുള്ള എല്ലാവരും ഒരുപാട് സംവാദങ്ങളും മുഖാമുഖങ്ങളൊക്കെ നടത്തിയൊരു വിഷയമാണ്. എന്നിരുന്നാലും സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുതഅല്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇപ്പോഴും ധാരാളം ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇസ്തിഗാസ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വേങ്ങര മുഖാമുഖത്തിലും അതിനുശേഷം 21-ാം തീയതി മഞ്ചേരി കാരക്കുന്ന് അൽ ഫലാഹ് സ്ഥാപനത്തിൽ നടന്ന മുഖാമുഖത്തിലും ഈ ഉള്ളവൻ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചത്. ചോദ്യം ആവർത്തിക്കുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് ഉദ്ധരിക്കുക, വഫാത്തായ മഹാത്മാക്കളോട് ഇസ്തിഗാസ തേടുവാൻ. ഞാൻ പറയാം. വലൗ ഇദ്ദലമു അൻഫുസഹും ജാഊക എന്ന ആയത്താണെങ്കിൽ അതിൻ്റെ സബബുൻ നുസൂലും അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ വിശദീകരിക്കുക. അതല്ല ഞാൻ പറഞ്ഞ വിഷയം, അതല്ല. ഇപ്പം നമ്മളൊരു ഹദീസ് ഇവിടെ ചർച്ച ചെയ്തല്ലോ. ആ ഹദീസാണല്ലോ അൻവരി ഉസ്താദ് മറുപടിയായി പറഞ്ഞതും. അതായത് അതിൻ്റെ വിഷയം എങ്ങനെയാണ്? സ്വഹിയായ ഹദീസാണ്. മുസ്നദ് അബി അല അൽബാനിയുടെ കിതാബ് ഉണ്ടാവും എടുത്തോളൂ. അതായത് ഞാൻ പറഞ്ഞതാണല്ലോ നമ്മൾ ചർച്ച ചെയ്യേണ്ടി. മറ്റത് വേണമെങ്കിൽ നമുക്ക് പറയാം, ഓരോന്ന് പറയാം, വലു അന്നൊക്കെ പറയാം. അപ്പം നമ്മളിവിടെ ഒരു ഹദീസ് കൊണ്ടുവന്നിരുന്നു. ഈ ഹദീസ് നമ്മൾ ആലുവ സംവാദത്തിൽ കൊണ്ടുവന്നിരുന്നു. നേരത്തെ ആലുവ വഹാബികളായിട്ടുള്ള സംവാദത്തിൽ കൊണ്ടുവന്നിരുന്നു. അപ്പം അവിടെ മഹാനരായ ഇമാം അബൂ യഅല തങ്ങൾ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസാണ്. മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ല യൻസിലന്ന ഈസ ഇബ്നു മറിയമ ഇമാമൻ മുഖ്സുതൻ. ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും ഇമാമായിട്ട്. അതിൻ്റെ സനദൊക്കെ വളരെ ക്ലിയറാണ്. അഹ്മദ് ഇബ്നു ഈസ എന്നവരാണ് അതിൻ്റെ ഒരു റാവി. അതുപോലെ ഇബ്നു വഹബ് തങ്ങളാണ്. ഞാൻ പണ്ടേ സംവാദത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന ഒരു റൂട്ടുണ്ട്. പ്രധാനമായ ഒറ്റ തെളിവ് നമ്മൾ പറയും. അതിനെല്ലാം കൂടി പറയാനുള്ള സമയം നമ്മളെ കയ്യിലില്ലല്ലോ, പല വിഷയം ചർച്ച ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ മുഖാമുഖത്തിൽ നമ്മൾ കൊണ്ടുവന്ന ഒരു വളരെ പ്രധാനപ്പെട്ട തെളിവാണ് എന്ത്? അഹ്മദ് ഇബ്നു ഈസ എന്നവർ ഉദ്ധരിക്കുന്നു. അവർ ബുഖാരിയുടെ റാവിയാണ്. ഇബ്നു വഹബ് ബുഖാരിയുടെ റാവിയാണ്. അബീ സ്വഹർ മുസ്ലിമിന്റെ റാവിയാണ്. സഈദുൽ മഖ്ബൂരി ബുഖാരി മുസ്ലിമിലുള്ള ആളാണ്. അവർ പറയാണ്, അബൂ ഹുറൈറ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വല്ലദീ നഫ്സു അബിൽ ഖാസിം ബിയദിഹി ലയൻസിലന്ന ഈസ ഇബ്നു മറിയമ ഇമാമൻ മുഖ്സിതൻ വഹകമൻ അദില. അതായത് ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും. ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുമ്പോ ഇവിടെ നീതിമാനായ ഭരണാധികാരിയായി ഭരിക്കും. ഇതിങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ ലാസ്റ്റ് പറയുന്നത് കാണാം, സുമ്മ ലഇൻ ഖാമ അലാ ഖബരി. പിന്നെ എന്റെ ഖബറിന്റെ സമീപത്ത് ഈസാ നബി അലൈഹിസ്സലാം വന്നു നിൽക്കും. അങ്ങനെ നിന്ന് ഫഖാല യാ മുഹമ്മദ്, എന്നെ വിളിക്കും, ഓ മുഹമ്മദായവരെ, സ്തുതിക്കപ്പെട്ടവരെ, ഓ റസൂൽ. അത് അൽബാനിയുടെ കിതാബാണ്. അന്ന് സംവാദത്തിൽ നമ്മൾ ഉയർത്തി കാണിച്ച സിൽസിലത്തുൽ അഹാദീസ് സ്വഹീഹ എന്ന അൽബാനിയുടെ ഗ്രന്ഥാണിത്. ആ ഗ്രന്ഥത്തിൽ ഈ ഹദീസിന്റെ ലാസ്റ്റ് യാ മുഹമ്മദ് യാ റസൂലല്ലാഹ് എന്നൊക്കെ എന്നെ വിളിക്കുമ്പോ ല ഉജീബന്നഹു, ആ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇവിടെ ഒരു കാര്യം കൃത്യം, ഹബീബായ തങ്ങൾ വഫാത്തായി കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? ഈസാ നബി അലൈഹിസ്സലാം വരുന്നത്. ആ ഈസാ നബി അലൈഹിസ്സലാം വന്ന് വിളിക്കുമ്പോ ഞാൻ ഉത്തരം ചെയ്യും. ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞ് അൽബാനി പറയാണ്, ഇസ്നാദുൻ ജയ്യിദുൻ
ഇത് ഏറ്റവും നല്ല പരമ്പരയാണ്. റിജാലുഹു കുല്ലുഹും സിഖാത്ത്, ഇതിന്റെ റാവികളൊക്കെ വിശ്വസ്തരാണ്. റിജാലു ശൈഖൈൻ, ബുഖാരി മുസ്ലിമിന്റെ റാവികളാണ് അബൂ സഹർ എന്നിവർ ഒഴികെ. ഫമിൻ റിജാലി മുസ്ലിം, അവർ മുസ്ലിമിന്റെ റിവായത്തിലുള്ളവരുമാണ്. അപ്പൊ ചുരുക്കത്തിൽ ഏറ്റവും സ്വഹിയായ ഒരു ഹദീസിൽ എന്റെ റൗദന്റെ സമീപത്ത് വന്ന് ഈസാ നബി വിളിക്കുമെന്നും അങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ ഉത്തരം ചെയ്യുമെന്നും ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഈ ഹദീസ് ഒന്ന് പഠന വിധേയമാക്കിയാൽ അങ്ങനെയൊക്കെ ഓരോന്നോരോന്ന് പഠിക്കാം നമുക്ക്. എന്താണ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന ഒരു അഭിപ്രായം പറയും? ഈ ഹദീസ് ഇസ്ലാമിക ലോകത്ത് സ്വഹീഹാണ് എന്നതിലൊരു തർക്കമില്ല. സ്വഹീഹ ഹദീസാണ്. ഒരാളും അത് ദഈഫാണ് എന്നോ ദുർബലമാണ് എന്നൊന്നും ആരും പറഞ്ഞതായി ഈ ഉള്ളവൻ്റെ അറിവിൽ കാണാൻ സാധിച്ചിട്ടില്ല. പിന്നെ അതിലുള്ളത് ഇവിടെ ഈ വിഷയത്തിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതേപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, രണ്ടു പേരും നബിമാരാണ്, പ്രവാചകന്മാരാണ്, ദൈവദൂതന്മാരാണ്, അമ്പിയാക്കളിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അത് അവരുടെ മുഅ്ജിസത്താണ് എന്നാണ് പ്രബലമായ അഭിപ്രായമായി പറഞ്ഞു കേൾക്കുന്നത്. ഇനി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ സംഭവം പഠിപ്പിച്ചു നൽകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്താണ്. ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ഇസ്ലാം പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള സ്വഹാബിമാരാരെങ്കിലും വഫാത്തായ മഹാത്മാക്കളോട് ഇസ്തിഗാഥ നടത്തിയിട്ടുണ്ടോ? അവിടെ ഒന്നുകൂടി മനസ്സിലാക്കിയാൽ ക്ലിയറായി. കൃത്യമായിട്ട് നമ്മളിത് ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നമ്മളെ ഏത് വഹാബിന്റെ പ്രസംഗം ശ്രദ്ധിച്ചാലും ഒരു ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇത്ര അമ്പിയാക്കന്മാർ വന്നിട്ട് ഏതെങ്കിലും ഒരു നബി, നിങ്ങൾ ചോദിച്ചതല്ല, നിങ്ങൾ അവരെ ചോദ്യം ഉദ്ധരിച്ചതാവും, ഏതെങ്കിലും ഒരു നബി മറ്റൊരു നബിയോട് തേടിയിട്ടുണ്ടോ? ഇതവർ ചോദിക്കാറുണ്ട് സാധാരണ. നമ്മളൊക്കെ കേട്ടൊരു ചോദ്യമാണ്. അപ്പൊ ആ ചോദ്യത്തിന്റെ കറക്റ്റ് ഉത്തരാണ് ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഈസാ നബി അലൈഹിസ്സലാം വന്ന് ചോദിക്കുന്നു എന്നത്. മുഅ്ജിസത്ത് കൊണ്ടാണ് മറുപടി പറയുക, അതിൽ തർക്കമൊന്നുമില്ല. മറുപടി പറയുന്നത് മുത്തു റസൂലിന് മുഅ്ജിസത്ത് ഉണ്ടായാൽ മതി. അതാണ് നേരത്തെ പറഞ്ഞതിന്റെ സബബ്, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഏത് നബിയായാലും റസൂലായാലും ശിർക്കായി പോകുന്ന ഒരു കാര്യം ഒരിക്കലും ചെയ്യാൻ പറ്റൂല. അത് മുഅ്ജിസത്തിന്റെ രൂപത്തിലായാലും ഏത് രൂപത്തിലായാലും ചെയ്യാൻ പറ്റൂല. വഫാത്തായ ഒരാളോട് ജീവിച്ചിരിക്കുന്ന ഒരാൾ ചോദിക്കുമ്പോ എന്ത് സബബാണ് എന്ന് നിങ്ങൾ ചോദിച്ചല്ലോ, അതാണ്. അപ്പൊ ആ സബബ് ഇവിടെ ഇല്ല എന്ന് പറയുമ്പോ എന്തായാലും ഈ നബിയായ ഒരാൾ ചോദിക്കുമ്പോ അത് ശിർക്കായി വരും വരെ വാദമനുസരിച്ച്. ആ വാദത്തെയാണ് ആ ഹദീസ് ഗണ്ണിച്ചത്. കൃത്യമായി ഒരു നബി വരുന്നു, ആ നബി മറ്റൊരു നബിയോട് ചോദിക്കുന്നു, ആ നബി അതിന് ഉത്തരം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സഹായം. അതാണല്ലോ അതിന്റെ സബബ്. നേരത്തെ നിങ്ങൾ PKM-നോട് ചോദിച്ചതിന്റെ ഉത്തരം അതാണല്ലോ, സബബ് അതാണ്. അപ്പൊ ആ സബബ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ മറുപടിയും കിട്ടുന്നു. നബി ആയാലും വലിയ ആയാലും ഒന്നും ഒരു ശിർക്ക് ചെയ്യൂല. ഹബീബായ തങ്ങളോട് തന്നെ അല്ലാഹു പറഞ്ഞ എന്താ? ലൈൻ അശ്റക്ത ലയഹ്ബതുന്ന അമലുക, ലയഹ്ബതന്ന അമലുക എന്നാണ്. നബിയെ, നിങ്ങൾ ശിർക്ക് ചെയ്താൽ, ശിർക്ക് ചെയ്യൂല എന്ന് ഉറപ്പാ, പക്ഷെ അതിന്റെ ഗൗരവം അറിയിക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു നബി ശിർക്കിന്റെ ഒരു രൂപം ചെയ്യോ? ഒരിക്കലും ചെയ്യൂല. അപ്പൊ ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈസാ നബി തന്നെ വരും. ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം സുയൂത്തി തങ്ങളുടെ അൽ ഹാവിയിൽ ഫതാവയിൽ ഈസാ നബി ഇവിടെ വരുമ്പോ ഒരുപാട് ദീനിന്റെ കാര്യങ്ങൾ അറിയണല്ലോ, ആ ദീനിന്റെ കാര്യങ്ങൾ റസൂലുള്ളാഹിനോട് ചോദിച്ചു പഠിക്കുകയാണ്. ഈസാ നബി ഇൽമിന് വേണ്ടിയുള്ള സഹായമാണ് തേടുന്നത്. അപ്പൊ ഈസാ നബി ആ തേട്ടം എന്തോ മുഅ്ജിസത്ത് പ്രകടിപ്പിക്കല്ല, മറിച്ച് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തേടുമ്പോ ആ തേട്ടം എന്തിനാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈസാ നബിക്ക് കിട്ടാൻ വേണ്ടിയാണ്, ഇൽമ് കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ ഇൽമിന് വേണ്ടി തേടുമ്പോ ഇൽമു കൊടുക്കും എന്നാണ് ആ ഹദീസിന്റെ മഅന. ഇമാം സുയൂത്തി തങ്ങളുടെ അൽ ഹാബീലിൽ ഫത്താവയുടെ 162-ാമത്തെ പേജ്. ഇതൊക്കെ ഇമാമിയങ്ങൾ കൃത്യമായി പറഞ്ഞ ഹദീസുകൾ കണ്ടോളൂ.
ഈസാ നബി ഇവിടെ ഇറങ്ങി വന്നാൽ ഈസാ നബിക്ക് എവിടെ ഇൽമ കിട്ടും? ഫലാ മാനിഅ മിൻ അൻ യഖുദ അൻഹു മഹ്താജ ഇലൈഹി മിൻ അഹ്കാമി ശരീഅതിഹി. അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് നേരെ, വഫാത്തായ റസൂലിൽ നിന്ന് നേരെ ഈസാ നബി ഇൽമ പഠിക്കും. എന്റെ രേഖ അൽ അവൽ മാ അഖ്റജഹു അബൂ യഅല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. ഈ ഹദീസ് ഉദ്ധരിക്കുകയാണ്. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം ഇവിടെ വന്ന് ഇൽമ തേടുകയാണ്. അല്ലാതെ ഈസാ നബി മുഅ്ജിസത്ത് പ്രകടിപ്പിക്കല്ലത്. മുഅ്ജിസത്ത് പ്രകടിപ്പിക്കുകയാണെങ്കിൽ തന്നെ ശിർക്കായ ഒരു സംഭവത്തിലൂടെ മുഅ്ജിസത്ത് പ്രകടിപ്പിക്കൂല. ശിർക്ക് അത്രയും ഭയങ്കരല്ലേ? അപ്പോ ഈസാ നബി ചോദിക്കുന്നു, മുത്തു റസൂൽ ഉത്തരം ചെയ്യുന്നു. ഇതന്നെ വളരെ വ്യക്തമായ തെളിവ്. സ്വഹാബി ചെയ്തത് പിന്നെ നമുക്ക് അതിനോട് ആഡ് ചെയ്യാം, അത് വേറെ. പക്ഷെ ഇത് ആരാ പറയുന്നത്? ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആര് വിളിക്കുന്നതാ പറയുന്നത്? ഈസാ നബി അലൈഹി. അതുകൊണ്ട് നിങ്ങൾ ഈ ഹദീസ് വീണ്ടും 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 പഠിക്കുക. എന്നിട്ട് ശരിയായ ഇസ്തിഗാസ ചെയ്യുന്ന മശായിഖന്മാരുടെ, ഔലിയാക്കന്മാരുടെ ഒക്കെ നല്ല ഒരു നോട്ടമുള്ള ആളായി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ഒരു സുഹൃത്ത് എന്ന നിലക്ക് പ്രത്യേകം പറയുന്നു. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മുഖാമുഖം നടത്തുമ്പോൾ നിങ്ങൾക്കുണ്ടായ മോശമായ അനുഭവങ്ങൾ നിങ്ങളിവിടെ പറഞ്ഞു. അത് ഈ രൂപത്തിൽ മശായിഖന്മാരുടെ തെർബിയത്തും അവരോടുള്ള സഹവാസമൊന്നും കിട്ടാതെ ഞങ്ങൾ തന്നെയാണല്ല, ഞാൻ മഹാത്മാവാണെന്നുള്ള ആൾ പറഞ്ഞേ, അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് സംഭവിച്ചത് നിങ്ങൾ അനുഭവിച്ചതുകൊണ്ട് എല്ലാ ഉസ്താദുമാരും അല്ലെങ്കിൽ അഹ്ലുസുന്നയുടെ ആളുകളൊക്കെ അങ്ങനെയാണ് എന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. മഹാന്മാരായ മശായിഖന്മാരുമായി ബന്ധമുള്ള ആളുകളോട് അവർ നിർദ്ദേശിക്കുന്നത് വളരെ വിനയത്തോടെ പെരുമാറണം എന്നതാണ്. പ്രത്യേകിച്ച് മുഖാമുഖങ്ങളിലൊക്കെയും നമ്മൾ ഏറ്റവും ഭയപ്പെടുന്നത് ആളുകൾ എന്ത് പറയുന്നു എന്നതല്ല. എന്റെ ശൈലിയിൽ വല്ല മോശവും വന്നാൽ എന്നെ ഇതിനേൽപ്പിച്ച എന്റെ മശായിഖന്മാരുണ്ട്, അവർ എന്നോട് എന്തു പറയും എന്നതാണ് ഞാൻ ഭയപ്പെടുന്നത്, ഞങ്ങളൊക്കെ ഭയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ മശായിഖന്മാരെ പൊരുത്തത്തിലായി ജീവിക്കാൻ ശ്രമിക്കണം. അത്തരം അനുഭവങ്ങൾ, അത്തരം സഹവാസം കിട്ടാത്തവരിൽ നിന്നുണ്ടായത് സുന്നത്ത് ജമാഅത്തിലേക്ക് മനസ്സിലാക്കരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അടുത്ത ചോദ്യകർത്താവിന് അത് കൈമാറുകയും ചെയ്യാം. അസ്സലാമു അലൈക്കും. എനിക്കിവിടെ ചോദിക്കാനുള്ളത്, ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ പറഞ്ഞു, മശായിഖന്മാരാണ് അമ്പിയാക്കളുടെ പിന്തുടർച്ചക്കാർ. എന്നാൽ കാലങ്ങളായി നമ്മുടെ ഉസ്താദുമാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് പണ്ഡിതന്മാരാണ് ഇവിടെ അമ്പിയാക്കളുടെ പിന്തുടർച്ചക്കാരായി ഇവിടെ വന്നിട്ടുള്ളത്. അതിനവർ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുമുണ്ട്. ഈ വിഷയത്തിൽ എന്താണ് ഇതിൻ്റെ കൃത്യമായ ഉത്തരം എന്നുള്ളത് ഉസ്താദുമാർ പറഞ്ഞാൽ നന്നായിരുന്നു. അതോടുകൂടി തന്നെ ഇതിൻ്റെ ഒരു ഉപചോദ്യം ചോദിക്കാനുള്ളത്, ഇവിടെ വിവിധ സംഘടനകളിലായി, വിവിധ പ്രസ്ഥാനങ്ങളിലായി ആയിരക്കണക്കിന് ഉലമാക്കളുണ്ട്. അതിൽ ബിരുദധാരികളായവരുണ്ട്, വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയവരുണ്ട്, അതേപോലെ തന്നെ യാതൊരു ബിരുദവും ഇല്ലാത്ത ഉസ്താദുമാരുണ്ട്. എങ്ങനെയാണ് ഒരു സാധാരണക്കാരനായൊരു മനുഷ്യൻ ഇവരെ പണ്ഡിതന്മാരെ അമ്പിയാക്കളുടെ വാരിസ്യങ്ങളായി പരിഗണിക്കേണ്ടത് എന്നുള്ളത് കൂടി പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അൽ-ഉലമാഉ വറസത്തുൽ അംബിയ, അമ്പിയാക്കൾ അനന്തരക്കാർ പണ്ഡിതന്മാരാണ് എന്നിങ്ങനെ ഈ ഹദീസ് ഓതി അർത്ഥം വെച്ച് ഇന്ന് ധാരാളം ആളുകൾ കുറച്ച് കിതാബെന്തോ പഠിച്ച് ഒരു വേഷത്തിലൊക്കെ അണിഞ്ഞു വന്നാൽ നിങ്ങളെല്ലാം ഇനി അമ്പിയാക്കൾ അനന്തരക്കാരാണ് എന്ന് പറയുന്ന, അങ്ങനെ അത്തരം ആളുകളെ ബോധ്യപ്പെടുത്തുന്ന ഒരവസ്ഥ സുന്നത്ത് ജമാഅത്തിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അടിസ്ഥാനത്തിൽ, അടിത്തറയിൽ കോട്ടം തട്ടിക്കുന്ന വാദമാണ് സത്യത്തിൽ ഇത്. നബിയല്ലാത്ത ഒരാൾ ഞാൻ നബിയാണെന്ന് വാദിക്കുക,
അതുപോലെ തന്നെയാണ് നുബൂവത്തിൻ്റെ അനന്തരക്കാർ അല്ലാത്തവർ ഞങ്ങൾ ആ അനന്തരക്കാരാണെന്ന് വാദിക്കുന്നത് വലിയ അപകടമാണ്. അൽ ഉലമാ വറസത്തുൽ അംബിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ ഉലമാ ആരാണ്? അത് മുഅ്ജിസത്തുള്ള അംബിയാക്കളുടെ അനന്തരക്കാർ, കറാമത്തുള്ള ഔലിയാക്കളാണ്. നമ്മുടെ മജ്ലിസിന്റെ തുടക്കത്തിൽ ഹസൻ ഉസ്താദ് കേൾപ്പിച്ചല്ലോ, ലാ നബിയ ബഅദി, എനിക്ക് ശേഷം ഇനി നബിമാർ പുതിയ നുബൂവത്തുമായി ഒരാൾ കടന്നു വരാനില്ല. വസയകൂനു ഖുലഫാ, ഒരുപാട് ഖലീഫമാരുണ്ടാകും. ആ ഖലീഫമാർ അവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. ആ ആളുകളെക്കുറിച്ച് മഹാനരായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് കാണാം ഫത്ഹുർ റബ്ബാനിയിൽ, വകറാമത്തുൽ ഔലിയാഇ ബാത്തിന ഹുമുൽ വാരിസൂന ലിൽ അംബിയാഇ. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവരാണ് അംബിയാക്കളുടെ അനന്തരക്കാർ. അത് വളരെ വ്യക്തമാണ്. അംബിയാക്കൾ അള്ളാഹുവിൽ നിന്ന് നിർദ്ദേശമുള്ളവരാണ്. ആ അനന്തരക്കാർക്ക് ഉണ്ടാകേണ്ട സ്വഭാവം അതാണ്. അള്ളാഹിൻ്റെ അംബിയാക്കൾ അവർ അള്ളാഹുവിൽ നിന്നുള്ള വിവരം ലഭിക്കുന്നവരാണ്. ദീനിൻ്റെ ബഹുമാനവും ആദരവും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ അവരിലൂടെ അള്ളാഹു മുഅ്ജിസത്ത് വെളിപ്പെടുത്തുന്നതാണ്. ഇതുപോലെ തന്നെ ആ അംബിയാക്കളുടെ അനന്തരക്കാർ അവർ അള്ളാഹുവുമായി റസൂലുമായി ബന്ധപ്പെട്ടവരായിരിക്കണം. അവരുടെ ഭാഗത്ത് മുഅ്ജിസത്തിന്റെ വിറാസത്തായ കറാമത്തും ഉണ്ടാകും. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവരാണ് അംബിയാക്കളുടെ അനന്തരക്കാർ. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതല്ലാതെ നോക്കൂ നിങ്ങൾ, ഏതോ 2 കൊല്ലം ഒരു മീസാ മുതൽ തുടങ്ങി സഞ്ചാൻ്റെ അജ്നാസും സഞ്ചാനൊക്കെ അങ്ങോട്ടും മറിച്ച്, പിന്നെ മഹലിൻ്റെ 4 മുഖദ്ദിമയും, അതുപോലെ തന്നെ പിന്നെ കുറേ മന്ദിക്കിൻ്റെ ഏടാകൂടുന്നെല്ലാം കൂടി പഠിച്ച്, പിന്നെ കോളേജുകളിൽ നിന്ന് ബിരുദത്തിന് മത്സരിക്കുകയാണ്. കോളേജ് ആദ്യകാലത്തൊക്കെ 2 കൊല്ലം, പിന്നെ ഇപ്പോൾ 1.5 കൊല്ലം, 1 കൊല്ലം, ഇപ്പോൾ ഓൺലൈനിൽ ആഴ്ച കൊണ്ട് ബിരുദം കൊടുക്കുകയാണ്. ഈ ബിരുദം ഇങ്ങനെ എന്തോന്ന് കിട്ടിയാൽ ഇതെല്ലാം അമ്പിയാക്കളെ അനന്തരക്കാരാന്ന് പറഞ്ഞാൽ എത്ര മോശമാണത്. ഒരിക്കലും അതല്ല. ഇവരൊക്കെ അമ്പിയാക്കൾ ആ രൂപത്തിലുള്ള ആളുകൾ അനന്തരക്കാരായി ജനങ്ങൾ മനസ്സിലാക്കിയാൽ ആ അമ്പിയാക്കളെ പിന്നെ എന്തിനു പറ്റും? അപ്പോൾ ഒരിക്കലും അത് അതിൻ്റെ അർത്ഥത്തിലേ അല്ല, പച്ചക്കളവാണത്. ആ അമ്പിയാക്കൾ അനന്തരക്കാരായ മശായിഖന്മാർക്ക് ഖിദ്മത്ത് ചെയ്യുകയും അവരെ മഹത്വങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ പൂർവീകർ എഴുതിവെച്ച കിതാബിലെ ഇൽമുകൾ നേടിയെടുത്ത ചെറിയ ഹാദിമീങ്ങൾ എന്നേ ഇവരെക്കുറിച്ച് പറയാൻ പറ്റൂ. അല്ലാത്ത വാദം അത് പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ദീനിന്റെ മേഖലയിൽ വളരെ മോശമാണ്. നീ അനന്തരക്കാരെ ഓരോ ഭാഗം എടുത്ത് വിശദമായിട്ട് പറയേണ്ടിയില്ല. അള്ളാന്റെ അമ്പിയാക്കൾ അനന്തരക്കാർ അവരെ അള്ള നിശ്ചയിക്കും. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ഈ വേങ്ങരതിന്റെ തൊട്ടടുത്താണ് കുത്തുബുസ്സമാൻ മമ്പുറന്തങ്ങൾ. അത് ഖലീഫത്തുള്ളയാണ്. കുത്തുബിയത്തിൽ നമ്മൾ പാടുണ്ടല്ലോ, ഖലീഫത്തുല്ലാഹി ഫീന മുഹിയ്യദ്ദീനി ഇന്നാ ജഅൽനാക ഖലീഫത്തൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബിയോട് പറഞ്ഞതുപോലെ അതിൻ്റെ അനന്തരക്കാരായി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി, ഈ റജബ് മാസത്തിൽ നമ്മൾ പ്രത്യേകം അനുസ്മരിക്കുന്ന മഹാനരായ ഖാജ ഗരീബ് നവാസ് സുൽത്താൻ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി, അവര് ഇന്ത്യയിലേക്ക് വന്നവരാണ്. നമ്മളാരോ ക്ഷണിച്ചിട്ട് വന്നല്ല. ഹബീബായ ത്വാഹ റസൂലുള്ളാഹി, കുത്തുബുസ്സമാൻ മമ്പുറന്തങ്ങൾ, അവരൊക്കെയാണ് അനന്തരക്കാർ. അവർ ഈ മമ്പുറത്ത് വരുന്നത് അള്ളാഹിന്റെ റസൂലിന്റെ നിർദ്ദേശപ്രകാരമാണ്. ഇങ്ങനെയാണ് അള്ളാഹിന്റെ അമ്പിയാക്കൾ അനന്തരക്കാർ. അവർ എങ്ങോട്ട് പോകണം, അവർ എന്ത് സംസാരിക്കണം, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ, ഹബീബായ റസൂലുള്ളാഹിന്റെ വലിയ മഹത്വം ഖുർആൻ നിർദ്ദേശമില്ലാതെ സംസാരിക്കില്ല ത്വാഹ റസൂലുള്ളാഹി. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറയുന്നു, ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ ചൊല്ലിനി എൻ്റെ അമാനിൽ അതെന്നോവർ. കണ്ടോ, നമ്മളെ നാട്ടിലെ അനന്തരക്കാരങ്ങനല്ല. ദർസിൽ പോയാണ്ട് സാഹിത്യ സമാജത്തിലെ പ്രഭാഷകനായാൽ നാട് നിങ്ങൾ വയലായി. ആരെ നിർദ്ദേശമാണത്? ഏത് അനന്തരമാണ്? ഒന്നുമില്ല. പിന്നെ അള്ളാഹിന്റെ അമ്പിയാക്കൾ ഓരോ നാട്ടിലേക്ക് അള്ള നിശ്ചയിക്കുകയാണ്. ഇന്ന നാട്ടിലേക്ക് ഇന്ന നബി എന്നതുപോലെ ഓരോ വലിയനെ ഒരു നാട്ടിലേക്ക് അള്ളാഹു നിശ്ചയിക്കുന്നു. അവരെ അള്ളാഹു നിശ്ചയിക്കുന്നു, അള്ളാഹിന്റെ നിർദ്ദേശപ്രകാരം ജീവിക്കും. നമ്മളെ നാട്ടിൽ ഈ അനന്തരക്കാർ അങ്ങനെയല്ല. കമ്മിറ്റിക്കാർ സെലക്ഷൻ ഉണ്ടാവും. അടുത്ത വെള്ളിയാഴ്ച ഖുതുബക്കൊന്ന് വരി, ഖുതുബക്കൊന്ന് വന്ന് മിമ്പറമ്മൽ കയറി
ഒന്ന് നിസ്കാരമൊക്കെ നടത്തിയ കമ്മിറ്റി കൂടി തീരുമാനിച്ചാണ് ഈ അനന്തരം പറ്റൂല, പോട്ടെ അവിടുന്ന്. എന്താ അനന്തരം? അത് അവിടെ ശമ്പളത്തിൻ്റെ കമ്മി ഉണ്ടെങ്കിൽ പിന്നെ ഈ അനന്തരം കാണൂല. ഓല് പിന്നെ ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് അല്ലെങ്കിൽ പെയിന്റിങ്ങിലാണ്. എത്ര മോശമുണ്ട്. അപ്പം ആ രൂപത്തിലുള്ള ഒരുപാട് ആളുകളെ വല്ല സമ്മേളനമൊക്കെ ഉണ്ടാണെങ്കിൽ ഒരു ലോറിയിലോ ബസ്സിലോ അനന്തരം മൊത്തം ഇങ്ങോട്ട് വന്ന് വീഴുകയാണ്. ഒരു സമ്മേളനത്തിൻ്റെ ഗ്രൗണ്ടിൽ വെച്ച് അനന്തരം മൊത്തം ഇറങ്ങുകയാണ്. 500 ആൾ അല്ലെങ്കിൽ 1000 ആൾക്കാർ ഇങ്ങനെ അനന്തരം ഇറങ്ങും. അപ്പം അത് ഇസ്ലാമിൻ്റെ പരിശുദ്ധമായൊരു മർമ്മത്തെ നിസാരമാക്കി പരിഹസിക്കാനുള്ള കളമൊരുക്കലാണ്. വളരെ തെറ്റായ വാദമാണ്. അത് വാദിക്കാൻ പാടില്ലാത്താണ്. അൽ ഉലമാ വറസത്തുൽ അംബിയ, അത് എന്നും ഇവിടെ നിലനിൽക്കുന്ന ഔലിയാക്കളുണ്ട്. കുത്തുബുസ് സമാൻ മമ്പുറന്തങ്ങൾ, കുത്തുബുൽ ആലം ശൈഖുന മടവൂർ, അങ്ങനെയുള്ള ആളുകളാണ് അനന്തരക്കാർ. അവരെ കൊണ്ടാണ് ദീന് നിലനിൽക്കുക. അത്തരം ആളുകൾ എക്കാലത്തും ഉണ്ടാകും. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അത് നമ്മൾ തിരിച്ചറിയണം. എനിക്ക് വേറൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഞാനൊരു സുന്നി പണ്ഡിതൻ എന്ന് പറയപ്പെടുന്ന ഒരാൾ പ്രസംഗിക്കുന്നതായി കേട്ടു. ബഹുമാനപ്പെട്ട മടവൂർ ശൈഖുന ഖദ്ദസുല്ലാഹു സിറഹുൽ അദീദ് ഒരു വഴിക്ക് നടന്നു പോകുമ്പോൾ 2 അമുസ്ലിം സഹോദരങ്ങൾ മടവൂർ ശൈഖുനായെ ആദരിക്കുകയും അവർ ഉടുത്ത മുണ്ട് മടുക്കുത്തയച്ചിടുകയും ചെയ്തു. അപ്പോൾ മടവൂർ ശൈഖുന പറഞ്ഞു പോലും അവർ സ്വർഗത്തിലാണ്. അപ്പം ഇദ്ദേഹം പറയുന്നത് ഇതെല്ലാം പിഴച്ച വിശ്വാസമാണ്. ഒരു വലിയനെ ഒരു അമുസ്ലിം ആദരിച്ചതുകൊണ്ട് അവർ സ്വർഗത്തിൽ പോകില്ല, അതൊക്കെ തെറ്റായ വിശ്വാസമാണെന്ന് അദ്ദേഹം പറയുന്നത് കേട്ടു. എന്താണ് ഉസ്താദ്മാരുടെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം? അദ്ദേഹം പയച്ചുപോയത് കൊണ്ട് കേട്ടതൊക്കെ പയച്ചുപോയതാണെന്ന് അദ്ദേഹത്തിന് തോന്നിയതാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെയുള്ള മശായിഖന്മാർ, ആ മശായിഖന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന അവസരങ്ങളാണ് ഇതൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ മടവൂർ ശൈഖുന അവർ സ്വർഗത്തിൻ്റെ അഹ്ലുകാരാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഅന അവർ മൗത്തിൻ്റെ മുമ്പ് ഈമാനിലെത്തുകയും ആ ഈമാനിലായി അവർ മൗത്തായി അവർ സ്വർഗത്തിൻ്റെ അഹ്ലുകാരാകും എന്നതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് എല്ലാവർക്കും അറിയാലോ. അത് പിന്നെ വേറെ പറയേണ്ടതുണ്ടോ? അതാ സമയത്ത് അവർ ഹെൽപ്പ് ചെയ്ത് നിർബന്ധമായി ഈമാനിലെ മൗത്തുണ്ടാകും. ശൈഖുന പോലെയുള്ള ലോകം പോറ്റുന്ന മഹാന്മാരത് പറഞ്ഞാൽ അത് സംഭവിക്കേണ്ട ചെയ്യും. ഇവർക്ക് ഔലിയാക്കളെ കുറിച്ചൊരു ബോധവും ഇല്ലാത്തത് കൊണ്ട് കണ്ടതൊക്കെ പയക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് അത്തരം സംഭവങ്ങൾ വന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും. അത് തദ്ബീറുമായി ബന്ധപ്പെട്ട ഒരു സംശയം കൂടി ഉണ്ട്. ഇപ്പോൾ ചോദിക്കാം, ഒറ്റ മിനിറ്റ്. ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യം അതൊക്കെ ഇവിടെ നേരത്തെ സുന്നികളായ തലപ്പാവ് ധരിച്ച ആളുകളാണ് ഇപ്പോൾ പറയുന്നത്. ഒരു വലിയനെ ബഹുമാനിച്ച സ്വർഗം കിട്ടും എന്നുള്ള വിശ്വാസം സുന്നികൾക്കില്ല. ഈ ലോകത്ത് ഇക്റാം ചെയ്യപ്പെടാൻ അള്ളാഹ് നിശ്ചയിക്കുന്ന ആളുകൾ നബി, ആ നബിൻ്റെ അനന്തരക്കാര ഔലിയാക്കൾ, അവരെ ബഹുമാനിക്കലാണ് സ്വർഗം എന്നതും അതിൻ്റെ അപ്പുറത്തുള്ള എല്ലാ മഹത്വങ്ങൾക്കും കാരണം. അതില്ലെങ്കിലൊക്കെ പോയി അതല്ല ഇവിടുത്തെ ആദ്യത്തെ സംഭവം. ഉസ്ജുദൂലി ആദം ഇബ്ലീസ് അബ. ആദം നബിനെ ബഹുമാനിക്കുന്നതിൽ നിന്ന് ഇബ്ലീസ് മാറി നിന്നപ്പോൾ പഴച്ചുപോയില്ലേ? അപ്പം അള്ളാൻ്റെ ആളുകളെ ബഹുമാനിച്ചാൽ അതുകൊണ്ട് വലിയ മഹത്വങ്ങൾ ഉണ്ടാകും. ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ്. തുടക്കം തന്നെ അതാണ്. മൂസാ നബിൻ്റെ സംഭവത്തിൽ കാണാം. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് മൈതാനിയിൽ ഒരുമിച്ച് കൂടി. ഫിറോൻ പറഞ്ഞു, നീ സാഹിറാണ്, നിന്റെ പക്കലുള്ളത് സിഹറാണ്, അതുകൊണ്ട് എൻ്റെ ഭാഗത്തും സാഹിര്യങ്ങളുണ്ട് എന്ന് ഏറ്റുമുട്ടണം, വസ്തുത മനസ്സിലാക്കണം. വിശുദ്ധമായ ഖുർആൻ അത് വലിയ വിശദമായി തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഫിർഔന ഖാലു ഇന്ന ലനാ ലഅജ്റൻ ഇൻ കുന്നാ നഹ്നുൽ ഗാലിബീൻ. അങ്ങനെ ഫിർഔന്റെ സാഹിര്യങ്ങൾ വന്നു, മൈതാനിയിൽ ഒരുമിച്ച് കൂടി. അവിടെ വന്നിട്ട് വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഖാലു യാ മൂസ ഇമ്മാ അൻ തുൽഖിയ വ ഇമ്മാ അൻ നകൂന നഹ്നുൽ മുൽഖീൻ. അവരടുത്ത് വടിയുണ്ട്, കല്ലുണ്ട്, കയറുണ്ട്, സിഹർ. ആരാണ് ആദ്യം തുടങ്ങണത്? മൂസാ നബിയോട് പറഞ്ഞു, നിങ്ങൾ തുടങ്ങണോ അല്ലെങ്കിൽ ഞങ്ങൾ തുടങ്ങാം? മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, അൽക്കൂ,
നിങ്ങൾ തുടങ്ങിക്കോളി, ലാസ്റ്റ് പോയാൽ മതി എനിക്ക്, കാരണം എൻ്റെ അടുത്ത് ഒരു വടിയേ ഉള്ളൂ, നിങ്ങളുടെ അടുത്ത് ഒരുപാടുണ്ട്. അങ്ങനെ അവർ തുടങ്ങി. ഫലമ്മ അൽഖൗ സഹറു അയുനന്നാസ് വസ്തർഹബൂഹും വജാഊ ബിസിഹ്രിൻ അളീം. ആ സംഭവം വിശാലമാണ്. മൂസാ നബിന്റെ വടി അവസാനം ഇട്ടു. അവർക്ക് എല്ലാവർക്കും അത് മനസ്സിലായി. ആ സമയത്ത് ഫഗുലിബു ഫവഖഅൽ ഹഖ്ഖു വബതല മാ കാനൂ യഅമലൂൻ ഫഗുലിബു ഹുനാലിക വൻഖലബു സാഗിരീൻ വഉൽഖിയ അസ്സഹറതു സാജിദീൻ. അവസാനം സാഹിരീങ്ങളായ ആളുകൾ മൂസാ നബിൻ്റെ സത്യമാണെന്ന് മനസ്സിലാക്കി അവരെല്ലാം ഈമാൻ കൊണ്ടു. ഈ വിഷയം പറയുന്നിടത്ത് ഇമാമിങ്ങൾ പറയും അവർക്ക് ആ ഈമാൻ കിട്ടാൻ കാരണം, അവർ സ്വർഗാവകാശികളാകാൻ കാരണം ആ മൂസാ നബിനോടുള്ളൊരു ബഹുമാനാണ്. നിങ്ങൾ ചെയ്യണോ, തുടങ്ങണോ, അതോ ഞങ്ങൾ ചെയ്യണോ? ഇതൊക്കെ പരിശുദ്ധമായ ഖുർആനിൽ ധാരാളം സംഭവമാണ്. അള്ളാഹുവിൻ്റെയും അള്ളാഹിൻ്റെ ആളുകളെയും അള്ളാഹിൻ്റെ ചിഹ്നങ്ങളെയും വമയ്യുഅള്ളിം ശആഇറല്ലാഹ്. അപ്പം അത് വളരെ വ്യക്തമാണ്. അതിനെ വരെ പരിഹസിക്കുകയാണ്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ചോദ്യം തുടരും. ഇവിടെ തദ്ബീറിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ മടവൂർ ശൈഖുനാൻ്റെ തദ്ബീർ ഇവിടെ പറയപ്പെട്ടു. മടവൂർ ശൈഖുനാൻ്റെ മുൻകാലത്ത് ഈ മുദബ്ബിറായി വന്ന ഔലിയാക്കളോ അല്ലെങ്കിൽ നബിമാരോ ഉണ്ടെങ്കിൽ അത് ഒന്ന് ഉസ്താദ് വ്യക്തമാക്കാമോ? അത് നമ്മൾ നേരത്തെ വ്യക്തമാക്കി കഴിഞ്ഞു. അതായത് അള്ളാഹുവാണ് ലോകത്തെ നിയന്ത്രിക്കുന്നവൻ, തർക്കല്ല. അള്ളാഹു അവൻ്റെ ആ നിയന്ത്രണം അവൻ്റെ ആളുകളിലൂടെ ഇവിടെ നടപ്പാക്കുന്നു. അതിലാദ്യത്തെ ആള് മുത്തു റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾ ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസുണ്ട്, ഉഅ്തീതു മഫാതീഹ ഖസാഇനിൽ അർദ്, ലോകത്തുള്ള സർവ്വ വസ്തുക്കളുടെയും നിയന്ത്രണം അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട്. ഈ മഅന ഫൈദുൽ ഖദീറിൽ ഹാഫിദുൽ മുനാവി തങ്ങളും ഇമാം ഖസ്തല്ലാനി തങ്ങളുടെ കിതാബായ ഇർഷാദു സാരിയിലുമൊക്കെ ഈ വിശദീകരണം കാണാം. അതെല്ലാ ഉലിയാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. ആ വഴിയിൽ മശായിഖന്മാർ ഉന്നതർ വരുമ്പോൾ അവർ പറയും തെർബിയത്ത് അല്ലെങ്കിൽ തദ്ബീർ എന്ന് പറയുമ്പോൾ തദ്ബീറുൽ മശായിഖ്, മശായിഖന്മാരുടെ തദ്ബീറാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകത്തോട് പിന്നത് പറഞ്ഞ ആളാണ് ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു. നേരത്തെ ഞാൻ അതിവിടെ പറഞ്ഞു, ബിലാദുല്ലാഹി മുൽക്കി ഹഖീഖത്തൻ, അള്ളാഹുവിൻ്റെ എല്ലാ അധികാര പരിധിയിലുള്ള സംഭവവും എൻ്റെ അധികാരത്തിലാണ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായി. റിഫായി ഷെയ്ഖ് പറഞ്ഞത് ഞാനിവിടെ വായിച്ചു. അപ്പോൾ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും എല്ലാവരും പറഞ്ഞതാണ്. തെളിവുകൾ നേരത്തെ വായിച്ചിട്ടുണ്ട്. മഹാനരായ ഷെയ്ഖുന അങ്ങനെ പറഞ്ഞത്. അങ്ങനെ അല്ലാഹു ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞ ആയത്തിന്റെ പരിധിയിൽ ഞാൻ പെടും എന്നാണ് ആ പറഞ്ഞതിന്റെ മഅന എന്ന് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും. നമ്മളിങ്ങനെ ഔലിയാക്കളുടെ തദ്ബീറൊക്കെ പറയുമ്പോൾ അഖീദത്തു ത്വഹാവിയിലൊക്കെ ഉള്ള അന്നഹു ലാ ഫായില ഫിൽ ഹഖീഖത്തി ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ ഹഖീഖത്തിൽ ഫായില് അള്ളാഹുവാണ് എല്ലാത്തിൻ്റെയും. ത്വഹാവിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഖളാ ഉല്ലാഹി ഫൗക കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുവിൻ്റെ മേലെയാണ് അള്ളാഹുവിൻ്റെ ഖളാ. ലാ യത്തലിഉ അലൈഹി നബിയുൻ വലാ മലക്കുൻ മുഖറബുൻ, അതിന് ഒരു നബിയോ അള്ളാഹുവിനോടടുത്ത മുഖറബായ മലക്കോ അതിൽ അത് കാണണമെന്നില്ല, അറിയണമെന്നില്ല എന്നൊക്കെ സുന്നികളുടെ അക്കീദയായ, ഞാൻ സുന്നിയാണ്, അക്കീദത്ത് വഹാബിയിലുണ്ട്. പിന്നെ ഏതൊരു സംഭവം ഷറുലക്കായിദിൽ കാണാം, അൽ ഇസ്തിതാഅത്തു മഅൽ ഫീലി, നമ്മളെ അക്കീദ അങ്ങനെയാണ്. ഒരാൾ ഇപ്പം എണീറ്റാൽ, ഉസ്താദ് പടം മറുപടി പറയാൻ എണീറ്റാൽ ആ കഴിവ് അപ്പം അള്ളാഹു കൊടുക്കുന്നതാണ്. അതാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ അക്കീദ. അത് ഓരോ സമയവും ആ സമയത്ത് അള്ളാഹു കൊടുക്കണം. ഇങ്ങനെ ഈ തദ്ബീറുകളൊക്കെ പറയുമ്പോൾ അതൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മളെ ഔലിയാക്കൾക്ക് അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ പരിധിയില്ല. അപ്പം ഔലിയാക്കൾക്ക് അള്ളാഹു പരിധിയില്ലാതെ കൊടുത്താൽ പരിധിയില്ല, പരിധി വെച്ച് കൊടുത്താൽ പരിധിയുണ്ട്. അതാണ് അതിൻ്റെ ഞാൻ മനസ്സിലാക്കേണ്ടത്. അല്ല ഞാൻ നിൽക്കി അവിടേക്ക്. അപ്പോൾ ഈ ഒരു സംഭവം ഇത് നമ്മൾ ഇതിൻ്റെ കൂടെ പറയണം, എന്നാലേ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദാവുള്ളൂ. കാരണം ഇതും കൂടി ഉണ്ട്. ലാ ഫായില ഫിൽ ഹഖീഖത്തില്ല എന്ന് പറഞ്ഞാൽ ലാ ഫായില ജിൻസിനെ നഫി ചെയ്യണ ലാമാണത്.
അപ്പോൾ അതുകൊണ്ട് അത് എന്താ അതിൻ്റെ കൂടെ പറയണ്ടേ ഉസ്താദ് ഒന്ന് പറഞ്ഞേരി. തീർച്ചയായും പറയണം. അതാണല്ലോ നമ്മൾ ആദ്യമേ പറഞ്ഞത്. നമ്മളത് പറഞ്ഞുകൊണ്ടാ തുടങ്ങാം. നമ്മളെ ഏത് പ്രസംഗത്തിലും അള്ളാഹുവാണ് അടിസ്ഥാനപരമായി മുദബ്ബിർ, ലാ ഫാഇല ഇല്ലല്ലാഹ്, ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, ലാ മത്ലൂബ ഇല്ലല്ലാഹ്. അള്ളാഹു അല്ലാതെ ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിന് ഏത് മഅനയുമില്ല. അപ്പം നമ്മളൊരു കാര്യം ചെയ്താൽ ലാ ഫാഇല ഇല്ലല്ലാഹ് എന്ന് അറിഞ്ഞ് അവന് ശിക്ഷ കിട്ടൂല, അങ്ങനെയല്ലല്ലോ. അള്ളാഹുവാണ് അതിൻ്റെ ഹഖീഖത്തൻ ഖൽഖ് ചെയ്തു കൊടുക്കുന്നത്. അതേ സമയത്ത് ആ ആള് പ്രവർത്തിക്കുമ്പോൾ ആ പ്രവൃത്തി അയാളിലേക്ക് ചേർക്കപ്പെടും. ആദ്യം ഏത് പറഞ്ഞു കൊടുത്താൽ മതി? ലാ ഫാഇല ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ത്വഹാബി മറ്റൊക്കെ പറഞ്ഞ എല്ലാം പറഞ്ഞതിൻ്റെ ആകത്തുക അതാണ്. അതായത് ഹഖീഖത്തൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം അറിയുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ. ഇനി ഒരു വലിയന്, ഒരു നബിക്ക് അത് അറിയണമെങ്കിൽ ബി ഇഅ്ലാമില്ലാഹി സുബ്ഹാനഹു, അല്ലാഹു തആല അത് അറിയിച്ചു കൊടുക്കുമ്പോഴാണ് അറിയാം. അതാണ് ആലിമുൽ ഗൈബി വശ്ശഹാദ. അല്ലാഹു തആല ഗൈബ് അറിയുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ, അല്ലാഹു അവന്റെ അദൃശ്യകാര്യങ്ങൾ അറിയിച്ചു കൊടുക്കൂല. ഇല്ലാ മനിർത്തദാ മിർ റസൂൽ, അല്ലാഹു ഇഷ്ടപ്പെട്ടവന്റെ ദൂതന്മാർക്കൊഴികെ. അപ്പൊ ദൂതന്മാരായ ആളുകൾക്ക് അറിയിച്ചു കൊടുക്കും എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. നമ്മളെ വിഷയം എന്താ നിങ്ങള്? അല്ലാഹു തആല ഓരോരുത്തർക്കും ഓരോ നിയന്ത്രണമായിരിക്കും കൊടുക്കാം. പക്ഷെ അല്ലാഹ് ലോകം ഫീമാ സിവല്ലാ എന്നതിൽ മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല എന്നും, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ശിർക്കാണെന്നും ഇവിടെ സുന്നികളാണ് എന്ന് പറയുന്നവർ തന്നെ വാദിച്ചു. അതിന് ശറഹുൽ മഖാസിദ് പോലെയുള്ള വലിയ വലിയ കിതാബുകൾ ദുരുപയോഗം ചെയ്ത് ഇവിടെ അള്ളാഹ്ക്ക് ഇത്രേ കൊടുക്കാവൂ, ലോകം മുഴുവനും നിയന്ത്രിക്കാന്നുള്ളത് കൊടുത്താൽ അത് ശറഹുൽ മഖാസിദിൽ പറഞ്ഞ തൗഹീദിനെതിരാണ്, ശിർക്കാണ് എന്ന വാദം കൊണ്ടുവന്നപ്പോഴാണ് അത് ശരിയല്ല എന്ന് നമ്മൾ പറഞ്ഞത്. കാരണം ലോകം പോറ്റുന്ന ഏറ്റവും വലിയ ഈ ലോകത്ത് തന്നെ അള്ളാഹുവിന്റെ ഹബീബായി വന്ന ആളാണ് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിന് അള്ളാഹു തആല എല്ലാം കൊടുത്തിട്ടുണ്ട്, ഒരു പരിധിയും അതിലില്ല. അപ്പൊ അള്ളാഹുവിന്റെ ഗൈബ് ഒരു വലിയും നബിയും ഒക്കെ അറിയില്ല എന്ന് പറഞ്ഞാൽ ഇല്ലാ ബിഇലാമിഹി, അള്ളാഹു അറിയിച്ചു കൊടുക്കൽ കൊണ്ടല്ലാതെ അറിയുകയില്ല. ഇത് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ ഗൈബ് അറിയുക എന്നത് അള്ളാഹുവിന്റെ പ്രത്യേകതയാണ് എന്ന് പറഞ്ഞിടത്ത് ഐ ഇസ്തിഖ്ലാലൻ, സ്വന്തമായി മുസ്തഖില്ലൻ അറിയുക എന്നതാണ് ഇൽമുൽ ഗൈബ് അള്ളാഹുവിന്റെ പ്രത്യേകതയാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹു അറിയിച്ചു കൊടുക്കും, അപ്പോൾ അറിയും. ഇതുപോലെ മുദബ്ബിറുൽ ആലം അള്ളാഹുവിന്റെ പ്രത്യേകതയാകുന്നത് അത് ബിദ്ദാത്ത്, അള്ളാഹു ലാ ഫാഇല ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ പറഞ്ഞ പോലെ ആ രൂപത്തിൽ ബിദ്ദാത്ത് വരുന്ന നിയന്ത്രണം അത് അള്ളാഹുവിന് മാത്രമാണ്. അത് ലോകമൊന്നു മാത്രമല്ല, ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അള്ളാഹുവാണ്, അതിൽ തർക്കമില്ല. അള്ളാഹു കൊടുക്കുന്ന കഴിവ് അങ്ങനെ തന്നെ, അതിനൊന്നും ആരും എതിര് പറഞ്ഞിട്ടില്ല. എന്താണോ അഹ്ലുസുന്നയുടെ അയിമ്മത്ത് പറഞ്ഞ വിശ്വാസം അതന്നെയാണ് നമ്മളെയും വിശ്വാസം. അതിലൊന്നും ഒരു മാറ്റവും ആരും വരുത്തണ്ട. അള്ളാഹുവാണ് മുദബ്ബിർ, ആ അള്ളാഹു കൊടുക്കുന്ന തദ്ബീർ അതിനൊരു പരിധിയുമില്ല, എല്ലാ തദ്ബീറും അള്ളാഹു കൊടുക്കും. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം. അള്ളാഹു കൊടുക്കുന്ന തദ്ബീറിന് പരിധിയില്ല എന്നല്ല, പരിധി വെച്ച് അള്ളാഹ് കൊടുത്താൽ അതങ്ങനെ ആയിരിക്കും, പരിധി ഇല്ലാതെ കൊടുത്താൽ അങ്ങനെ ആയിരിക്കും. അങ്ങനല്ലേ പറയണ്ടേ? അവിടെ വാദം താരങ്ങള് പരിധി ഇല്ലാതെ കൊടുക്കൂല എന്നാണ്. അവിടെയാണ് നമ്മൾക്ക് പ്രശ്നം. അല്ലാഹു തആല ഇപ്പോ ഒരു വിലായത്തുള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ അധികാരം കൊടുത്തു, നമുക്കതിനെതിരില്ല. അതേ സമയത്ത് ലോകം മുഴുക്കന്നെ കൊടുക്കണവരുണ്ട്, അത് ഖാസുൽ ഖാസാണ്. അതാ റൂഹുൽ ബയാൻ പറഞ്ഞ് വഅമ്മാ ഖാസുൽ ഖാസ്, പ്രത്യേകക്കാരിൽ പ്രത്യേകക്കാരായ ആളുകൾ, അവരുടെ ഭരണം അൽ മുത്തസർരിഫൂന ഫീമാ സിവല്ലാഹ്, അല്ലാഹു അല്ലാത്ത മുഴുവൻ വസ്തുക്കളിലുമാണ്. ഇതില്ലാന്ന് പറഞ്ഞപ്പോഴാണ് നമുക്കതിനെ റദ്ദ് ചെയ്യേണ്ടി വന്നത്. അല്ലാതെ അല്ലാഹു തആല ഇത്ര കൊടുത്ത ഒരാളുണ്ട് അതിന് നമ്മളെതിരൊന്നുമല്ല. പക്ഷേ അത്രയെ കൊടുക്കാവൂ എന്ന് പറയാൻ പാടില്ല. അല്ലാഹു മുഴുവനും കൊടുക്കും, കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കപ്പെട്ടവരാണ് മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യക്തമായല്ലോ.
അതായത് നമ്മൾ എപ്പോഴും ഇതൊക്കെ ഈ മസലൊക്കെ, കാരണം ഞാനിപ്പോൾ ഒരു മുസ്ലിയാരാണ്, ഞാൻ ഷറുലൊക്കെ ഓതിയാളാണ്. പക്ഷേ ഇങ്ങനത്തെ ഈ പൊതുജനങ്ങളോട് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ വശങ്ങളും നമ്മൾ പറയണം. അല്ലാഞ്ഞാൽ നമ്മളെ അഖീദയിലൊക്കെ ഇത് കൂടുതലായി പോയാൽ ആളുകൾ എന്ത് ചെയ്യും, ഈ മറ്റുള്ള വഹാബി ഇതിലൊക്കെ ആളുകൾ കൂടുള്ളൂ. കാരണം അവരങ്ങനെ മനസ്സിലാക്കും ആ ഒരു രീതിയിലാണ്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞല്ലോ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹു യഹ്ദീ മൻ യശാ. അബൂജാഹിൽ ഉദാഹരണമുണ്ട്. അപ്പോൾ എല്ലാം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ, അപ്പോൾ നമ്മളൊക്കെ ആണെങ്കിലും ഞാൻ സംസാരമൊക്കെ അള്ളാഹുവാണ്. പിന്നെ അള്ളാഹു കൊടുത്ത കഴിവുകൾ അത് ഓരോരുത്തർക്ക് വ്യത്യസ്തമാണ്. അപ്പോൾ സാധാരണ ഹാരിക്കുലില്ലാത്ത കഴിവ് തന്നെ അങ്ങനെ തന്നെയാണ്. ഓരോരുത്തർക്ക് വ്യത്യസ്ത കഴിവല്ലേ. ഇപ്പോൾ ഉസ്താദ് പ്രസംഗിക്കണായിരിക്കും എനിക്ക് പ്രസംഗിക്കാൻ കഴിയും ഇല്ല, അത് ഓരോരുത്തർക്ക് വ്യത്യസ്ത കഴിവാണ്. പറയലുണ്ട്, നമ്മളെപ്പോഴും പറയും അള്ളാഹിനെ കുറിച്ച്. അതെന്താ അറിയോ ഇതിന്റെ വിഷയം? നമ്മളൊരു മണിക്കൂർ പ്രസംഗിക്കുമ്പോൾ ആദ്യത്തെ ഒരു അരമണിക്കൂർ അള്ളാഹിന്റെ തദ്ബീറിനെ കുറിച്ചാ പറയാം. ഇത് ക്ലിപ്പായി വരുമ്പോ ഈ രണ്ടാമത്തെ അരമണിക്കൂറിൽ വന്ന സാധനമല്ലേ നമ്മളെ കയ്യിൽ കിട്ടും. നമ്മള് അല്ലല്ലോ അത് ക്ലിപ്പാക്കി വിടുന്നത്. അപ്പൊ നമ്മളെ പൂർണ്ണമായിട്ട് നമ്മളല്ലേ അള്ളാഹിന്റെ ആൾക്കാര്. അള്ളാഹിന്റെ ആൾക്കാർ പറഞ്ഞാല് അള്ളാഹിന്റെ ഔലിയാക്കന്മാരാണ്. ആ ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്നവരാണ് സുന്നികളായ നമ്മൾ, അവരടിമകൾ. നമ്മൾ അവരുടെ അനുസരിച്ച് നടക്കുന്ന ആളുകൾ. അള്ളാഹിനെ മനസ്സിലാക്കണമെങ്കിൽ ഔലിയാക്കന്മാരൊപ്പം കൂടാൻ വേണ്ടി ഓരോ അള്ളാഹിന്റെ ആൾക്കാർ, മറ്റുള്ളവരെ പറയുള്ളൂ. അപ്പൊ എല്ലാ പ്രസംഗത്തിലും ഞങ്ങൾ ഏത് പ്രസംഗം എടുത്ത് നോക്കിയാലും അല്ലാഹുവാണ് മുദബ്ബിർ എന്ന് പറയാതെ ഒരൊറ്റ പ്രസംഗം ഉണ്ടാവില്ല. അതിനുശേഷമാണ് പിന്നെ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഈ വിഷയം നമ്മൾ ശറഉൽ മഖാസിദും ശറഉൽ അഖായിദൊക്കെ ഓതും നമ്മൾ ചർച്ച ചെയ്യും. ഇത് പൊതുജനത്തിന്റെ മുമ്പിൽ ചർച്ച വരുന്നത് എങ്ങനെയാ നിങ്ങള്? ഈ വിഷയം മറ്റൊരു കൂട്ടര് ഇത് എടുത്തിട്ടു സമൂഹത്തിൽ. ഇപ്പൊ അത് കണ്ടകളാൽ മൗലിദുൻ നൂരിൽ ഹൗസിൽ മടവൂരി, ഇത് മർക്കസിൽ നിന്ന് ഇറങ്ങിയ ഒരു മൗലിദ. ഇതിന് മടവൂർ ശൈഖുന മുദബ്ബിറുൽ ആലമാണ് എന്നതിൽ എഴുതി വെച്ചത്. ഇനി മലയാളത്തിൽ കണ്ടങ്ങള് കുത്തുബുൽ ആലം എന്നൊരു ബുക്ക് ഇറക്കിയിട്ട് CM സെന്ററിൽ ഇറക്കിയ ബുക്കാ. ഈ ബുക്കിൽ മലയാളത്തിൽ തന്നെ ലോകം നിയന്ത്രിക്കുന്നവരാണ് മടവൂർ ശൈഖുന എന്ന് എഴുതി വെച്ചു. ഇങ്ങനെ എഴുതി വെച്ചപ്പോ ഈ പറഞ്ഞ വാദത്തെ വഹാബികൾ എടുത്തിട്ടു, അതിനെ ഗണ്ണിക്കാൻ വേണ്ടി വന്നു. ആ സമയത്താണ് നമ്മളിത് പറഞ്ഞിറങ്ങുന്നത്. അല്ലാതെ നമ്മള് പിന്നെ സാബിയത്തു സൂഫിയന്റെ കീഴില് ആദ്യം തന്നെ വെച്ച് ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ സദസ്സ് കെട്ടിയതല്ല. മറിച്ച് ഇവർ മാത്രമല്ല, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തന്നെ രംഗത്ത് വന്ന് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ അള്ളാഹുവിന്റെ റസൂലും ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്തൊക്കെ ഓതിയിട്ട് അദ്ദേഹമാണ് ഇവിടെ ഹുമുൽ അർവാഹുൽ മുഅ്മിനീൻ എന്നൊക്കെ ഓതി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഈ വിഷയം പറഞ്ഞിറങ്ങിയപ്പോ മുജാഹിദുകൾ അതിനെതിരെ വന്നു. പിന്നെ അവർക്ക് രംഗത്ത് ഇറങ്ങാൻ പ്രശ്നമായപ്പോ ആ ഒരു ഒഴിവിലാണ് നമ്മൾ ഇറങ്ങുന്നത്. നമ്മൾ പറഞ്ഞു സംഗതി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഒരുപാട് അബദ്ധങ്ങളായ വാദങ്ങളും തബ്ലീഗ് ജമാഅത്തിനെ അവിടെ കൊണ്ടുവരുന്ന സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ ഇത് അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്, അതുകൊണ്ട് തന്നെ ആ വാദം ഞങ്ങൾ സ്ഥിരപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാണ് നമ്മൾ ഇറങ്ങിയത്. അല്ലാതെ ഒരു കാരണവശാലും ഇതൊന്നും ആദ്യം വലിച്ചിട്ടതല്ല എന്നുകൂടി സുഹൃത്തിനെ ഓർമ്മപ്പെടുത്തുകയാണ്.